ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. രാധേ രാധേ ശ്യാം. ഏവർക്കും പ്രാണവൃന്ദാവനിലേക്ക് സ്വാഗതം. ഭഗവാന്റെ കഥകൾ കേൾക്കാൻ ഏവരും കാത്തിരിക്കുകയാണെന്നറിയാം. പക്ഷേ എന്ത് ചെയ്യാനാ, ഞാൻ ചെറിയൊരു തിരക്കിലായിപ്പോയി. തിരക്കെന്ന് പറഞ്ഞാൽ ചെറിയൊരു സന്തോഷമുള്ള തിരക്ക്. അതിലല്പം ദുഃഖം ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഭഗവാനെ ഇങ്ങനെ മുറുക്ക പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയതുകൊണ്ട് ഇപ്പോൾ വലിയ കുഴപ്പമില്ല. എന്തായാലും അപ്പോൾ ഇന്ന് ഭഗവാന്റെ മറ്റൊരു മനോഹരമായിട്ടുള്ള അനുഭവം കേൾക്കാം. കേട്ടു നോക്കിയാലോ? ആ അമ്മ പറയുന്ന അനുഭവം അമ്മയുടെ ശബ്ദത്തിൽ തന്നെ കേൾക്കുമ്പോഴാണ് അതിൻ്റെ ഒരു തീവ്രത മനസ്സിലാവുക. തീർച്ചയായിട്ടും ആ അനുഭവം നമുക്ക് കേട്ടു നോക്കാം. ഗുരുവായൂരപ്പ ശരണം. ഞാൻ അടുത്തത് കഴിഞ്ഞൊരു ദിവസം മോളുടെ കാര്യം പറയാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ട് ഇങ്ങനെ വോയിസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു, എല്ലാ ഗുരുവായൂരപ്പൻ നോക്കിക്കോളും, ഗുരുവായൂരപ്പനെ നന്നായി ഭജിച്ചോളൂ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് വോയിസ് ഇട്ടുണ്ടായിരുന്നു. ഇന്ന് എൻ്റെ ഹസ്ബൻഡിനെ TMT എടുക്കാൻ ഹാർട്ടിന് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. ബ്ലോക്ക് ആൾക്ക് ഒരു അറ്റാക്ക് കഴിഞ്ഞതാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ആൾക്ക് TMT എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ഞാൻ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു മഹാവിഷ്ണുവിൻ്റെ അമ്പലത്തിൽ പോയി ആൾക്ക് നെയ്വിളക്കൊക്കെ നേർന്നു. അത് കഴിഞ്ഞ് തിരുമേനി പറഞ്ഞു, കുഴപ്പമൊന്നും ഉണ്ടാവില്ല ചേച്ചി, അമ്മ ധൈര്യമായിട്ട് പോയിക്കോന്ന് പറഞ്ഞു. ഇന്ന് ഞങ്ങൾ പോയി 8 മണിയാകുമ്പോൾ പോയി TMT എടുക്കാൻ. ആദ്യം ഒരു പ്രാവശ്യം ആളെ കയറ്റി നിർത്തിയിട്ട് ആൾക്ക് പറ്റാണ്ട് ആൾ നിന്നു. അപ്പം എന്നോട് റിസൾട്ടുകളൊക്കെ ഒന്ന് കാണിക്കാൻ ആ ഡോക്ടറെ അങ്ങോട്ട് വിളിച്ചപ്പോൾ ശരിക്കും സങ്കടം വന്നു എനിക്ക്. അതിൻ്റെ ഉള്ളിലേക്ക് കടന്നപ്പോൾ ആളിനെ ബെൽറ്റൊക്കെ ഇട്ട് ഇങ്ങനെ നിർത്തുന്നുണ്ട്. ഇപ്പോൾ ഞാൻ എന്നിട്ട് അത് കഴിഞ്ഞ് ഞാൻ പുറത്ത് വന്നപ്പോൾ ഞാൻ അവിടെ നിന്നിട്ട് ഭഗവാനോട് പ്രാർത്ഥിച്ചു, ഭഗവാനെ ഗുരുവായൂരപ്പ, എൻ്റെ ഭർത്താവിനെ ഓപ്പറേഷനൊന്നും ഇല്ലാണ്ട് ഇത് നടത്തി തന്നോളൂ. ഞാൻ അവിടേക്ക് വന്നിട്ട് എനിക്ക് പറ്റണ എന്തെങ്കിലും വഴിപാട് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് മനസ്സുരുകി വിളിച്ചു. അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ ചന്ദൻ്റെ കൂടെയുള്ള ആൾ വായോ എന്ന് പറഞ്ഞു. ഞാനും മകനും കൂടിയിട്ടാണ് പോയിണ്ടായിരുന്നു. ചന്ദൻ്റെ കൂടെയുള്ള ആൾ വായോ എന്ന് പറഞ്ഞു. എന്നിട്ട് എന്നെ അങ്ങോട്ട് വിളിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അച്ഛനെ കുഴപ്പമൊന്നുമില്ല, ബ്ലോക്കൊന്നുമില്ല, പക്ഷേ കാലുമന്ന് വരുന്ന കാലുവേദന ഉള്ള കാരണം കാലുമന്ന് വരുന്ന ഞരമ്പ് രക്തം ബ്ലോക്ക് ആവുന്നുണ്ടോ നോക്കണം. അപ്പോൾ അതിനെ 2 കാലും സ്കാൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പോന്നു. അപ്പോൾ എനിക്ക് സമാധാനമായി. ഗുരുവായൂരപ്പൻ ഞാൻ വിളിച്ചതിന് എനിക്ക് അനുഭവം ഉണ്ടായി. ഞാൻ അവിടെ നിന്ന് അത്ര ഉരുകിയിട്ട് ഞാൻ വിളിച്ചു. ഒരു ദിവസം പോലും ഞാൻ ഭഗവാനെ വിളിക്കാത്ത ദിവസം ഒരു നേരം ഞാൻ നാമം ചൊല്ലാണ്ട് ഞാൻ കിടന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടായി എനിക്ക്. ഹരേ കൃഷ്ണ. അമ്മയുടെ കൃഷ്ണാനുഭവം കേട്ടല്ലോ. എത്രത്തോളം മനോഹരമായിട്ടുള്ള ഒരു അനുഭവമാണ് അല്ലേ? ഭഗവാനെ അടിയുറച്ച് വിശ്വസിച്ചാൽ ഭഗവാൻ ഒരിക്കലും കൈവിടില്ല എന്ന് പറയുന്നത് എത്ര ശരിയാണ്. തീർച്ചയായിട്ടും ഭഗവാനെ മുറുകെ പിടിക്കുക, മനസ്സൊരുക്കിക്കൊണ്ട് തന്നെ ഭഗവാനെ വിളിക്കുക. പരീക്ഷണങ്ങളുണ്ടാകും, പക്ഷേ ആ പരീക്ഷണങ്ങളെ അതിജീവിക്കാനുള്ള ശക്തിയും ഭഗവാൻ തന്നെ നൽകും തൻ്റെ ഭക്തർക്ക്. അതുകൊണ്ട് ഒരിക്കലും കൈവിട്ടു പോകരുത് ഭഗവാനെ. എന്ത് പരീക്ഷണങ്ങളുണ്ടെങ്കിലും ഭഗവാൻ ഇങ്ങനെ മുറുകെ പിടിക്കുക, കൂടെ അദ്ദേഹം ഉണ്ടാവും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഭഗവാനിൽ വിശ്വസിച്ചുകൊണ്ട് എല്ലാവരും മുന്നോട്ട് പോകട്ടോ. ഇപ്പോൾ അമ്മ പങ്കുവച്ച ഈ ഒരു അനുഭവം, ഇത്തരത്തിലുള്ള നിരവധി അനുഭവങ്ങൾ നമ്മുടെ ചാനലിൽ നമ്മൾ പങ്കുവച്ചു കഴിഞ്ഞു. ഇതുപോലെ അനുഭവങ്ങളുണ്ടെങ്കിൽ പങ്കുവയ്ക്കാൻ മടി കാണിക്കരുതേ. ഒരുപാട് പേരുണ്ട് നമുക്ക് ചുറ്റും. പ്രതീക്ഷയും പ്രത്യാശയും ഒക്കെ നഷ്ടപ്പെട്ട് ഒരുപാട് പേര്, അവരുടെ ഉള്ളിലും ഭക്തിയുടെ വെളിച്ചം പകരുകയാണ് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത് വഴി. അതുകൊണ്ട് തന്നെ അവരും ഭഗവാന്റെ പാതയിലേക്ക് സഞ്ചരിക്കും. തീർച്ചയായിട്ടും നമ്മൾ പോലും അറിയാതെ ചെയ്യുന്ന വലിയൊരു പുണ്യമാണ്. അതുകൊണ്ട് അനുഭവങ്ങൾ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ അയക്കാൻ മടി കാണിക്കരുത്. തീർച്ചയായിട്ടും നിങ്ങളുടെ അനുഭവങ്ങൾ നമ്മൾ പങ്കുവയ്ക്കുന്നതാണ്. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. രാധേ രാധേ ശ്യാം. താങ്ക് യു.